എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈസിയായി ബനാന പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതുണ്ടാക്കാനായിട്ട് നമ്മൾ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ നല്ലപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് തൂവി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കുകയാണ് വേറെ പാത്രത്തിലേക്ക്. എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം നന്നായി വഴറ്റിയെടുക്കണം. കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ബാറ്റർ തയ്യാറാക്കാം. ഇതിലേക്ക് ആദ്യം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഇനി 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നു. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നമുക്ക് നല്ലപോലെ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ പഴം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം. ഇനി ഈ സോസ് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ തടവി കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച പോളയ്ക്കുള്ള മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ അടച്ചു വെച്ച് ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കണും അമർത്തണേ. ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ.